മോളെ, ഇപ്പാന്റെ കുട്ടിക്ക് സുഖം തന്നെയല്ലേ? ഇപ്പാക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഇപ്പാക്ക് സുഖം തന്നെ മോളെ. മോളെ സുബി, ഉമ്മയും പാരിസൊക്കെ എവിടെ? ഓലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മോളെ, മോളുടെ പഠിപ്പൊക്കെ എവിടെ എത്തി? അടുത്ത മാസം എക്സാം ആണിപ്പാ. പാസ്സാവൂലേ മോളെ? പിന്നല്ലാതെ. അത് അവിടെ ചാളി. കാശ് എത്ര മോനെ? അനക്ക് 450 റുപ്യ നാളെ. മതിയാക്കി പോന്നിരിക്കും. അത് വെച്ചോ. ശരി, ഞാൻ പോട്ടെ. എന്താ കയറും എന്റെ മുഖത്തൊരു തെളിച്ചല്ലായ്മ? വല്ല അസുഖവും? ഓ, ഒന്നുമില്ല. അല്ലാ, ആരിത്? പാരിസ് മോനോ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആരുതാ മോനെ കാറ്? ഞമ്മളെ തന്നെ. ഞമ്മളതോ? ആ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അതങ്ങോട്ട് വിട്ടു. നടക്കി, എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം. പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം കേരാമൃത്. മായം ചേർക്കാത്ത വെളിച്ചെണ്ണ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക്. അന്നും ഇന്നും എന്നും കേരാമൃത്. കേരാമൃത് ശുദ്ധമായ വെളിച്ചെണ്ണ. ചെമ്മൻകടവ്, മലപ്പുറം. ഫോൺ 0483277947. ഒരു കോഡൂർ സഹകരണ ബാങ്ക് ഉൽപ്പന്നം. അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് ഒഴിവാക്കി പോന്നത്? ഒന്നും ഉണ്ടായിട്ടല്ല, 10-20 വർഷമായില്ലേ, പിന്നെ പ്രായമായി. എന്നാലും പെട്ടെന്ന് ഒഴിഞ്ഞു പോരാന്ന് വെച്ചാല്? ജോലി സ്ഥലത്തെ 1-2 വട്ടം തലയിറങ്ങി വീണു. ഞാനത് അത്ര ഇങ്ങോട്ട് കാര്യാക്കിയില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ നാട്ടിൽ പോയി ചികിത്സിച്ചാ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ ബേജാറാകാനൊന്നുമില്ല. സത്യത്തിൽ ലീവിന് വരാന്നാണ് കരുതിയത്. പിന്നെ കൂട്ടുകാരെല്ലാരും പറഞ്ഞു, നാട്ടിൽ പോയിക്കൂടെ, 10-20 കൊല്ലായില്ലേ, അതാ നല്ലതെന്ന്. അനക്ക് സന്തോഷായില്ലേ? സന്തോഷം. ഒരു മോള് വളർന്ന് വലുതായി വരുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്താ? എല്ലാം എനിക്ക് അറിയുണ്ട് ഖൈറു. പിന്നെ നമ്മുടെ ചെലവ്, അത് ഓരോ മാസം എത്രയുണ്ട് നിങ്ങൾക്ക് അറിയുവാ? അതിനൊന്നും ഇപ്പൊ ഖൈറു ഈ ബേജാറാകണ്ട. സുബീനെ കെട്ടിക്കാനുള്ള പൈസയൊക്കെ എന്റെ അടുത്തുണ്ട്. പിന്നെ ഫാരിസിന്റെ കാര്യമൊക്കെ ഞാൻ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ മറന്നു, ആ കാറ് വാങ്ങാനുള്ള പൈസ എവിടുന്നാ? അതെ, അത് മുഴുവൻ പൈസയും കൊടുത്തിട്ടില്ല, അടവിനെടുത്തതാ. ബാങ്കില് കുറച്ച് അടച്ചു കൊടുത്താ മതി. എന്നാലും അതൊന്നും വേണ്ടിയിരുന്നില്ല. മൂന്ന് വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാ. നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെ കടന്ന പുഴ ഇപ്പൊ കണ്ടോ, ചളിയും മണ്ണും. എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നിങ്ങളെപ്പോലുള്ള ഗൾഫുകാർ ഇവിടെ കോംപ്ലക്സും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കല്ലേ, അതിനൊക്കെ മണല് വേണ്ടേ മുസ്തഫ? അല്ല, അതും ശരിയാണ്, മണലിന് മണൽ തന്നെ വേണ്ടേ? അതാണ് പറഞ്ഞത്. ആവൂ, ഈ ഒരു സുഖം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അതല്ല മുസ്തഫ, ഇനി എന്താ എന്റെ ഭാവി പരിപാടി? ഇനി എന്ത് പരിപാടി? ഉള്ള കാലം കുടുംബത്തിന്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുക. ജീവിച്ചാൽ മാത്രം മതിയോ? അനക്കതിനുള്ള വക വേണ്ടേ? മോളെ കല്യാണം അത് ഈ വർഷം തന്നെ അങ്ങോട്ട് നടത്തണം. പിന്നെ മോനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞയക്കണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഏകദേശമൊക്കെ ഒരു വക എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കാനാ? എൻ്റെ വീട്ടിലെ ചിലവ് എത്രയാണെന്ന് അനക്കറിയോ? എൻ്റെ ഭാര്യൻ്റെയും മകൻ്റെയും ചിലവ് എത്രയാണെന്ന് ഈ അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിലും എൻ്റെ ഭാര്യനെയും മക്കളിനെയും കുറിച്ച് അനക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്നും ഇജ്ജ് വിചാരിക്കും പോലെ അല്ല സലാമേ. അതൊക്കെ അനക്ക് പിന്നീട് മനസ്സിലാവും.
അളിയൻ വരുന്നുണ്ട്. അല്ല, ആരത് അദ്രൈമാനോ? അല്ല അളിയ, എന്താ അളിയന് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല അദ്രൈമാനെ. അല്ല, കണ്ണും മോറും കണ്ടാ തന്നെ അറിയാം. ഇരിക്കന്റെ അദ്രൈമാനെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ, ചായ കുടിച്ചേ? ആ, ഞാൻ വന്നപ്പോഴേ ചായ കുടിച്ചു. ഞാൻ അളിയന്റെ ഒപ്പം വന്നിട്ട് ചായയും കടിയും കൂട്ടി കുടിച്ചാന്ന് വിചാരിച്ചു. അളിയന് ഗൾഫിക്ക് പോണില്ലാന്ന് കേട്ടു, ശരിയാ? ആ, അതെ, ശരിയാ, പോണില്ല. എന്തേ? പ്രായായി വരല്ലേ അദ്രൈമാനെ. ഇങ്ങോട്ട് വാ. അല്ലെങ്കിലും ഗൾഫ് സമ്പാദിക്കാട്ടിന് പൈസ നാട്ടിൽ സമ്പാദിക്കാം. അതിനുള്ള വഴി എൻ്റെ അടുത്തുണ്ടെന്ന് അളിയനെ അറിയോ? നമ്മളെ അംസാജിന്റെ മോന് സലീം ആകെ 1 ലക്ഷം അവൻ്റെ കണ്ടതിനുള്ളൂ. ആ സംഖ്യ വാങ്ങി ഞാനൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. 20 ദിവസത്തിനുള്ളിൽ അത് മറിച്ചിട്ടു. 5 ലക്ഷം ഉറുപ്പിയാണ് ലാഭം കിട്ടിയതെന്ന്. അല്ല, അങ്ങനെ വല്ല ലാഭം കിട്ടുന്ന സ്ഥലവും എൻ്റെ അടുത്തുണ്ടോ? അങ്ങനെയാണ് ചോദിക്കണ്ട അളിയാ. ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. എൻ്റെ അടുത്തുള്ള കാശൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂല. സുബീനെ കെട്ടിക്കാനുള്ള കുറച്ച് കാശ് എൻ്റെ അടുക്കുണ്ട്. അത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അത് മതി അളിയാ. ഇന്ത്യക്ക് ഒരു നമ്പർ ഉണ്ട് നമ്മളെ പോയിന്റ് അടുത്ത്, അതും കുറ്റിക്ക് തന്നെ. ഇപ്പോൾക്ക് 3 ലക്ഷം കൊടുത്താൽ മതി. ബാക്കി പൈസ 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോ തന്നെ നമുക്ക് മറിച്ച് വെക്കാം. അതിനുള്ള ആൾ ഇന്ത്യ അടുത്തുണ്ട്. ആയിക്കോട്ടെ, എന്നാലും സുബീനെ കെട്ടിക്കണ സമയത്ത് എനിക്ക് എന്റെ പൈസ അങ്ങോട്ട് കിട്ടിയാ മതി. എന്നാ പിന്നെ നമുക്ക് കച്ചവടം ഉറപ്പിച്ചാലോ? ഇന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പോയിട്ട് വരാം. എന്നാ അങ്ങനെ ആട്ടെ. ആരാ പോണു? സുബിയാണല്ലോ. ഏയ് സുബി, സുബി എവിടുന്നാ വരുന്നത്? കോളേജിൽ നിന്നായിരിക്കുമല്ലേ? ആ, അതെ. ഇപ്പൊക്കെ വന്നിരിക്കുന്നു അല്ലേ? ഞങ്ങൾക്കൊന്നും ഒന്നുമില്ലേ? ഉപ്പ അസുഖമായിട്ടാണ് വന്നിരിക്കുന്നത്. കല്യാണൊക്കെ ഉണ്ടാവൂലേ? കല്യാണൊക്കെ ഉണ്ടാവുമ്പോ പറയണം കേട്ടോ. കല്യാണത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് തുടർന്ന് പഠിക്കണം. പക്ഷേ പാപ്പാക്ക് അങ്ങനെയല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഗവൺമെന്റ് ജോലി ഇപ്പോഴും എന്റെ സ്വപ്ന. കുറെ പഠിച്ചതൊന്നും വലിയ കാര്യമില്ല. ഒക്കെ ശരിയാവും. എന്നാ സുബി, ഞാൻ പോട്ടെ. ശരി.